നമസ്കാരം, ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എല്ലാവർക്കും. ഇന്ന് മെയ് 16 അന്താരാഷ്ട്ര തലത്തിൽ, അതായത് ഐക്യരാഷ്ട്രസഭ അന്താരാഷ്ട്ര തലത്തിൽ സമാധാനത്തോടുകൂടി ജീവിക്കാനായി ആഹ്വാനം ചെയ്ത് അതിനൊരു ദിവസം തിരഞ്ഞെടുത്ത് അങ്ങനെ ആചരിക്കുന്ന ഒരു ദിവസമാണ് ഇന്ന് ഇൻ്റർനാഷണൽ ഡേ ഓഫ് ലിവിങ് ടുഗദർ ഇൻ പീസ്. മറ്റുള്ളവരെ കേട്ട്, മറ്റുള്ളവരെ അഭിനന്ദിച്ച്, മറ്റുള്ളവരെ ബഹുമാനിച്ച് ശരിക്കും ആ സമാധാനത്തിൻ്റെ സന്തുലിതാവസ്ഥ ലോകമെങ്ങും ബാലൻസ് ചെയ്ത് നിർത്തേണ്ടതിൻ്റെ ആ ഒരു ആവശ്യകത എടുത്തു കാണിക്കപ്പെടുന്ന ഒരു ദിവസം. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമുക്കറിയാം, പശ്ചിമേഷ്യയിലൊക്കെ വലിയ രീതിയിലുള്ള സംഘർഷങ്ങളൊക്കെ തുടരുന്ന ഒരു സാഹചര്യമാണ്. ലെബനനുമായുള്ള ഇസ്രായേലിൻ്റെ സമാധാന ഉടമ്പടി 45 ദിവസം കൂടി നീട്ടിയെന്നൊക്കെ പറയുന്നു. പക്ഷേ അതിനുശേഷവും ആക്രമണം നടക്കുന്നു. 1 ഡസനിലേറെ പേർ ലെബനനിൽ കഴിഞ്ഞ 24 മണിക്കൂറിൻ്റെ കൊല്ലപ്പെട്ടു. ഗാസയിൽ ഇസ്രായേൽ വീണ്ടും ആക്രമണം നടന്നു. അങ്ങനെ ലോകമെങ്ങും യുക്രൈൻ റഷ്യ യുദ്ധമടക്കം ഇനിയും ഒരു സമാധാന കരാറിലേക്കൊക്കെ എത്തേണ്ടതുണ്ട്. വലിയ രീതിയിൽ, ശക്തമായ രീതിയിൽ തന്നെ യുക്രൈനിൽ റഷ്യ ആക്രമണം നടന്നു. അങ്ങനെ പറഞ്ഞും അറിയാതെയുമൊക്കെ ഒരുപാട് സ്ഥലങ്ങളിൽ സമാധാനം കൊണ്ടുവരേണ്ടതിൻ്റെ, പുനഃസ്ഥാപിക്കേണ്ടതിൻ്റെയൊക്കെ ഒരു ആവശ്യകത ഒരുപക്ഷെ എടുത്തു പറയുന്ന ഒരു ദിവസം. ലിവിങ് ടുഗദർ ഇൻ പീസ്, സമാധാനത്തോടു കൂടി ജീവിക്കുക. സംസ്ഥാനത്തേക്ക് വരികയാണെങ്കിൽ ഇന്ന് വളരെ പ്രധാനമാണ് ഈ പറഞ്ഞതുപോലെ സതീശൻ മന്ത്രിസഭയിൽ ആരൊക്കെ എന്ന് അറിയേണ്ടതുണ്ട്. ചർച്ചകളെല്ലാം സജീവമാണ്. ആരെയൊക്കെ മെരുക്കാൻ സാധിക്കും, ആരൊക്കെ ഇനിയും പിണങ്ങി നിൽക്കുമെന്നൊക്കെ അറിയേണ്ടതുണ്ട്. പ്രതിപക്ഷത്തേക്ക് എത്തുമ്പോൾ പിണറായി വിജയനും CPM സംസ്ഥാന സെക്രട്ടറിക്കും അടക്കം അതിരൂക്ഷ വിമർശനമാണ് ഏറ്റിരിക്കുന്നത്. ഈ തോൽവി ഏൽപ്പിച്ച ആഘാതം ചെറുതൊന്നുമല്ല CPMന് എന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. വിശദമായി തന്നെ റിപ്പോർട്ടുകളൊക്കെ നോക്കാം. ആദ്യം തലക്കെട്ടുകളിലേക്ക്. മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ സജീവം. UDF ഘടകകക്ഷികളുമായുള്ള ഉഭയകക്ഷി ചർച്ച ഇന്ന്. മന്ത്രിമാരുടെ വകുപ്പിലും എണ്ണത്തിലും പ്രഖ്യാപനമുണ്ടായേക്കും. ചെന്നിത്തലയെ ക്യാബിനറ്റിൽ ഉൾപ്പെടുത്താൻ KC വേണുഗോപാലിന്റെ ഇടപെടൽ ഫലം കാണുമെന്ന് സൂചന. ആഭ്യന്തരം വേണമെന്ന ആവശ്യം അംഗീകരിച്ചേക്കും. CPM പത്തനംതിട്ട, കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗങ്ങളിൽ പിണറായി വിജയനും MV ഗോവിന്ദനുമെതിരെ രൂക്ഷ വിമർശനം. പിണറായിയെ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് നിന്നും മാറ്റണമെന്നാവശ്യം. തോറ്റിട്ടും ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ തയ്യാറായില്ല. പിണറായിയുടെയും ഗോവിന്ദന്റെയും ശൈലിയാണ് തിരിച്ചടിക്ക് കാരണമെന്ന് കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റിൽ ഒരു വിഭാഗം നേതാക്കൾ. ഇന്ത്യയിൽ അടിസ്ഥാന സൗകര്യ വികസന മേഖലയിലും ബാങ്കിംഗ് രംഗത്തും ഉൾപ്പെടെ വൻ നിക്ഷേപം നടത്താൻ UAE. ദീർഘകാലത്തേക്ക് എണ്ണയും പാചകവാതകവും ലഭിക്കാനുള്ള സ്ട്രാറ്റജിക് പെട്രോളിയം റിസർവിൽ നിർണായക കരാർ. UAE സന്ദർശനത്തിനു ശേഷം മോദി നെതർലൻഡ്സിൽ. ഹേഗിൽ ഉജ്ജ്വല വരവേൽപ്പ്. സംസ്ഥാനത്ത് 3 ദിവസം കൂടി കനത്ത മഴ തുടരും. 7 ജില്ലകളിൽ യെല്ലോ അലർട്ട്. ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യത. കാലവർഷം മെയ് 26 കാലാവസ്ഥാ വകുപ്പ്. സ്കൂൾ തുറക്കാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കെ പാഠപുസ്തക വിതരണം പാതി വഴിയിൽ. കൃത്യസമയത്ത് പുസ്തകങ്ങൾ എത്തിക്കുമെന്ന മുൻ സർക്കാരിന്റെ പ്രഖ്യാപനം പാഴ്വാക്കായി. തിരിച്ചടിയായത് പേപ്പർ ലഭ്യമാക്കുന്നതിലെ വീഴ്ചയും തിരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളും പുതിയ സർക്കാർ വൈകുന്നത്. IPLൽ ചെന്നൈയുടെ പ്ലേ ഓഫ് പ്രതീക്ഷകൾക്ക് തിരിച്ചടി. 7 വിക്കറ്റിന് ലക്നൌവിനോട് തോറ്റു. അനായാസ വിജയമൊരുക്കിയത് 30 പന്തിൽ നിന്ന് 90 റൺസ് എടുത്ത മിച്ചൽ മാർഷ്. ഇന്ന് കൊൽക്കത്ത ഗുജറാത്ത് ടീമുകൾ നേർക്കുനേർ. കൊൽക്കത്തയ്ക്ക് നിർണായകം. മന്ത്രിസഭാ രൂപീകരണത്തിന്റെ അന്തിമ ചർച്ചകളൊക്കെ ഇന്ന് നടക്കും. VD സതീശൻ സർക്കാരിലെ മന്ത്രിമാരെ ഇന്ന് അറിയാനാകും. ഉഭയകക്ഷി ചർച്ചകളും UDF യോഗവും ഇന്ന് നടക്കുന്നുണ്ട്. അതേസമയം രമേശ് ചെന്നിത്തലയെ ക്യാബിനറ്റിൽ ഉൾപ്പെടുത്താൻ KC വേണുഗോപാലിന്റെ ഇടപെടൽ ഫലം കാണുമെന്ന സൂചനയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. പക്ഷേ ആഭ്യന്തരം വേണമെന്ന ആവശ്യം അംഗീകരിച്ചേക്കും. ചെന്നിത്തല മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം അംഗീകരിച്ചേക്കുമെന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. അൺഫിലിറ്റ് ഡിസൂസ ചേരുകയാണ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി. അൺഫിലിറ്റ്, രാവിലെ മുതൽ ഉഭയകക്ഷി ചർച്ചകളെല്ലാം തുടങ്ങുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ചെന്നിത്തല ക്യാബിനറ്റിൽ എത്തുമെങ്കിൽ അദ്ദേഹം പിടിവാശി കാണിക്കുന്നത് പോലെ ആഭ്യന്തര വകുപ്പോടുകൂടി തന്നെയായിരിക്കുമോ എത്തുക എന്നതൊക്കെയാണ് എടുത്തറിയേണ്ടത്. ഇന്നിപ്പോൾ രാവിലെ മുതൽ ഈ ഉഭയകക്ഷി ചർച്ചകളൊക്കെ തുടങ്ങുമ്പോൾ ആരൊക്കെയായിട്ടാണ് ആദ്യമുള്ള കൂടിക്കാഴ്ചകൾ?
സ്വപ്ന, ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് വി ഡി സതീശൻ മന്ത്രിസഭയിൽ ആരൊക്കെ ഏതൊക്കെ വകുപ്പുള്ള കാര്യത്തിൽ ഏകദേശം അല്ലാതെ പൂർണ്ണമായി അന്തിമ തീരുമാനത്തിലേക്ക് ഇന്ന് കടന്നേ പറ്റൂ. കാരണം ഇന്ന് കഴിഞ്ഞാൽ നാളൊരു ദിവസമാണ്, അതിനുശേഷം തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ എന്ന രീതിയിലാണ് എല്ലാം കൃത്യമായി തന്നെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇന്നുകൊണ്ട് എല്ലാ ഘടകകക്ഷികളുമായുള്ള ചർച്ചകൾ പൂർത്തിയാക്കുന്നു, ഘടകകക്ഷികളുടെ വകുപ്പുകളുടെ വീതം വയ്പ് കഴിയുന്നു. അതിനുശേഷം കോൺഗ്രസിന്റെ മന്ത്രിമാരുടെ തീരുമാനത്തിലേക്ക് കടക്കുന്നു. കോൺഗ്രസിൽ 11 മന്ത്രിമാരാണ്. അവർ ആദ്യം പറയുന്നത് ഘടകകക്ഷികളുമായുള്ള കാര്യത്തിൽ മുസ്ലിം ലീഗിൻ്റെതിൽ ഇന്നലെ തന്നെ, അത് നേരത്തെ തന്നെ തീരുമാനിച്ചാണ് മുസ്ലിം ലീഗിന് 5 മന്ത്രിമാരെന്നത് ഉറപ്പിച്ചു. അപ്പോൾ അത് കെ സി വേണുഗോപാൽ നേരത്തെ തന്നെ ചർച്ച ചെയ്തൊക്കെ തന്നെ തീരുമാനിച്ചിട്ടുണ്ട് എന്നാണ് ലീഗിന്റെ ഉന്നത നേതൃത്വം വ്യക്തമാക്കുന്നതും നൽകുന്ന സൂചന. അപ്പോൾ അതിൽ ഇനി ഒരു തീരുമാനമോ ഒരു ചർച്ചയിലേക്ക് വരികയില്ല. അതായത് കൃത്യമായി 5 മന്ത്രിസ്ഥാനം, അതിനപ്പുറത്തേക്ക് മറ്റൊരു ചെയർമാൻ, അതായത് കമ്മീഷന്റെ ചെയർമാൻ പദവിയോ മറ്റു ക്യാബിനറ്റ് പദവികളോ ഒന്നും തന്നെ ചോദിക്കുന്നില്ല. 5 മന്ത്രിമാർ അത് കൃത്യമായി തന്നെ ഉറപ്പിച്ചു കഴിഞ്ഞുവെന്നാണ് പറയുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് പാണക്കാട് തങ്ങളുടെ നേതൃത്വത്തിൽ ലീഗിന്റെ നേതൃയോഗം തീരുന്നു. ഇന്നലെ രാത്രി തന്നെ പാണക്കാട് തങ്ങൾ ഉൾപ്പെടെയുള്ള ലീഗ് നേതൃത്വം തലസ്ഥാനത്തെത്തി. ഇനി അവർ സത്യപ്രതിജ്ഞ ചെയ്തതിനു ശേഷം മാത്രമേ പാണക്കാട്ടേക്ക് മടങ്ങി പോകുന്നുള്ളൂ. അതുവരെ തലസ്ഥാനത്ത് തന്നെ ലീഗ് നേതൃത്വം തുടരുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഞായറാഴ്ച ലീഗിലെ 5 മന്ത്രിമാരെ പ്രഖ്യാപിക്കും എന്ന രീതിയിലാണ് ഇപ്പോൾ ലീഗിൽ തീരുമാനമായിരിക്കുന്നത്. മറ്റു ഘടകകക്ഷികളുടെ കാര്യത്തിൽ, അതായത് ജോസഫ് ഗ്രൂപ്പ് 2 മന്ത്രിമാരെന്ന കാര്യത്തിൽ ഉറച്ചു തന്നെ നിൽക്കുകയാണ്. അവർക്ക് 1 മന്ത്രിയും ഒപ്പം ചീഫ് വിപ്പ് സ്ഥാനവും നൽകാൻ തന്നെയായിരിക്കും തീരുമാനം. ഇതൊക്കെ തന്നെ ഇന്ന് തീരുമാനത്തിലെത്തും. RSPക്ക് 1 മന്ത്രി ഷിബു ബേബി മന്ത്രിയാകും. ജോസഫ് ഗ്രൂപ്പിൽ നിന്ന് മോൻസ് ജോസഫ് തന്നെയാകും മന്ത്രിയാവുക. അതോടൊപ്പം തന്നെയും RSPക്ക് ശേഷം പിന്നീട് ഒറ്റ MLA-മാരുള്ള ഘടകകക്ഷികൾ CMPയിൽ നിന്ന് CP ജോൺ മന്ത്രിയാകും. അനൂപ് ജേക്കബ് വിഭാഗത്തിൽ നിന്നും അനൂപ് ജേക്കബ് മന്ത്രിയാകും. രമ RMPയിൽ നിന്ന് KK രമ മന്ത്രിസഭയിൽ ഉണ്ടാകുമോ എന്ന കാര്യത്തിലും അന്തിമമായ തീരുമാനം ഇന്നാകും ഉണ്ടാകും. ഈ ഘടകകക്ഷികൾക്ക് വീതം വയ്പ് കഴിഞ്ഞതിന് ശേഷം ആദ്യം രാവിലെ തന്നെ എല്ലാ ഘടകകക്ഷികളുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തുന്നു. ലീഗിന്റെ ഒരു ഉഭയകക്ഷി ചർച്ചയായിരിക്കും ആദ്യം. അതിനുശേഷം ജോസഫ് ഗ്രൂപ്പ് RSP ആ രീതിയിലായിരിക്കും പോവുക. ഇതിൽ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇതിൽ ഒറ്റ MLA-മാരുള്ളവർക്ക് 2.5 വർഷം എന്നൊരു ടേം വ്യവസ്ഥയിലായിരിക്കുമോ അതോ മുഴുവൻ സമയമായിരിക്കുമോ, 5 വർഷവും പൂർണ്ണമായി ഉണ്ടാകുമോ എന്നതും ഇന്ന് ചേരുന്ന ഉഭയകക്ഷി ചർച്ചയിൽ UDF, അതിനുശേഷം അവസാനം UDF യോഗം ചേരും. UDF യോഗം ചേർച്ച് പൂർണ്ണമായും ഒരു തീരുമാനത്തിലെത്തിയതിനു ശേഷമാകും പിന്നെ പ്രഖ്യാപനത്തിലേക്കൊക്കെ കടക്കും. തീർച്ചയായും. പക്ഷേ ഇപ്പോൾ പറയുന്നത് പോലെ ഈ കാര്യങ്ങളൊക്കെ എത്രത്തോളം എളുപ്പമാകുമെന്നാണ് നമ്മൾ ഒന്നുകൂടി ആലോചിക്കേണ്ടത്. കാരണം ഈ മുതിർന്ന MLA-മാരുണ്ട്, പുതുമുഖങ്ങളുണ്ട്, ഈ പറഞ്ഞതുപോലെ സാമുദായിക സമവാക്യങ്ങളൊക്കെ നോക്കേണ്ടതുണ്ട്. ലീഗിന് 5 മന്ത്രിമാരെന്ന കാര്യം ആദ്യമേ തുടക്കത്തിലെ ഉറപ്പിച്ചു എന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ അത്ര എളുപ്പത്തിൽ ഈയൊരു കാര്യം, അല്ലെങ്കിൽ ഈയൊരു മന്ത്രിമാർ ആരൊക്കെ എന്ന ചർച്ചകളൊപ്പം വകുപ്പ് പ്രഖ്യാപനം, അതൊക്കെ വിചാരിക്കുന്ന രീതിയിൽ അത്ര എളുപ്പമാകുമെന്ന് തോന്നുന്നില്ല. അതെ, അതിലേക്ക് തന്നെയാണ് വരുന്നത്. അപ്പോൾ ഈ ഘടകകക്ഷികളെ ആദ്യമേ തന്നെ ചർച്ച ചെയ്ത് അവരുടെ കാര്യത്തിൽ വലിയ തർക്കം ഉണ്ടാവുകയില്ല. അതിൽ തർക്കം ഉണ്ടാകുന്നത് ലീഗും കേരള കോൺഗ്രസും മാത്രമായിരുന്നു. പക്ഷേ ലീഗ് നേതൃത്വം പറയുന്നത് ഉറപ്പായും 5 സീറ്റ് ഉറപ്പായി കഴിഞ്ഞു എന്ന് തന്നെയാണ്. ഈ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗമാണ് 2 മന്ത്രിമാരെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്നത്. അതിൽ 1 മന്ത്രിസ്ഥാനം മാത്രമേ അവർ കൊടുക്കുകയുള്ളൂ, ചീഫ് വിപ്പും കൂടി കൊടുക്കും. അങ്ങനെയാകും അവരെ അനുനയിപ്പിക്കുക. പിന്നെ ഘടകകക്ഷികളുമായിട്ട് മറ്റ് തർക്കങ്ങളോ ഒന്നും തന്നെ അത്തരം ചർച്ചകൾ വരില്ല. അതുകൊണ്ട് രാവിലെയോടുകൂടി തന്നെ ഘടകകക്ഷികളുടെ ചർച്ചകൾ പൂർത്തിയാകും. പിന്നെ വരുന്നത് കോൺഗ്രസ് ആണ്. എല്ലാവർക്കും കഴിഞ്ഞാൽ കോൺഗ്രസിന് 11 മന്ത്രിമാരും സ്പീക്കറും ഡെപ്യൂട്ടി സ്പീക്കറും, അതാണ് അവരുടെ ക്യാബിനറ്റ് പദവി. ഈ 11 മന്ത്രിമാരുടെ കോൺഗ്രസ് ചർച്ചകളിലേക്ക് വരുമ്പോഴാണ് തീർച്ചയായും അത് തർക്കമുണ്ടാകും. ഒരു പക്ഷേ കോൺഗ്രസിൻ്റെത് ഒരു നാളെയും കൂടി നീളാനുള്ള സാധ്യതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. പക്ഷേ അത്രത്തോളം വരില്ല. ഇന്ന് വൈകിട്ടോടുകൂടി തീരുമാനമാകും. ഒരു തർക്കമില്ല എന്നാണ് ഓരോ ഗ്രൂപ്പ് വിഭാഗത്തിലെ നേതാക്കൾ ആവർത്തിച്ചും ഉറപ്പിച്ചും പറയുന്നത്. അങ്ങനെയെങ്കിൽ അവർക്ക് ഇന്ന് വൈകിട്ടോടി തന്നെ പ്രഖ്യാപനം വരെ ഉണ്ടാകുമെന്നൊക്കെയാണ് അവർ വാദിക്കുന്നത്, അവകാശപ്പെടുന്നത്. കാരണം ആ രീതിയിൽ ഒരു തർക്കവുമില്ല. പക്ഷേ നിലവിൽ മനസ്സിലാക്കേണ്ടത് കെ സി വേണുഗോപാലിന്റെ സാന്നിധ്യത്തിൽ ഒരു ചർച്ച നടക്കുമ്പോൾ KC ഉറപ്പായും അദ്ദേഹത്തിന് മുഖ്യമന്ത്രി സ്ഥാനം നഷ്ടപ്പെട്ട ഒരു സാഹചര്യത്തിൽ KC വേണുഗോപാൽ പക്ഷത്തെ മന്ത്രിമാരെ MLA-മാരെ പൂർണ്ണമായും പരമാവധി തിരികെ കയറ്റാൻ തന്നെയാകും അദ്ദേഹം ശ്രമിക്കുക. പക്ഷെ നമ്മൾ ഉയർന്നു കേൾക്കുന്ന ആദ്യമേ ഉറപ്പിച്ച പേരുകൾ നമുക്കറിയാം. ഈ സണ്ണി ജോസഫ് ഉണ്ടാകും, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, K മുരളീധരൻ, AP അനിൽകുമാർ, N ശക്തൻ, ഇവരൊക്കെ 1-ാം നിരയിൽ ഉറപ്പിച്ചവരാണ്. ഈ 2-ാം നിരയിലുള്ളവരിലേക്കായിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മാറ്റം ഉണ്ടാകുക. കാരണം ചെന്നിത്തലയുടെ കാര്യമാണ്. ചെന്നിത്തല ആവശ്യപ്പെടുന്ന ആഭ്യന്തര വകുപ്പ് അത് ചെന്നിത്തലയ്ക്ക് ലഭിക്കുമോ? നമുക്കറിയാം മുഖ്യമന്ത്രി സ്ഥാനം ആവശ്യപ്പെട്ടിരുന്ന KC വേണുഗോപാൽ ഒരു മികച്ച സംഘാടകനായി കൂടി മാറുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ചെന്നിത്തലയുമായി അദ്ദേഹം ചർച്ച നടത്തുന്നു. ചെന്നിത്തലയെ അനുനയിപ്പിച്ച് മന്ത്രിസഭയിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള നീക്കങ്ങൾ അത് എത്രത്തോളം ഫലം കാണും? അദ്ദേഹം പ്രത്യേകിച്ച് ആവശ്യപ്പെടുന്ന ആഭ്യന്തരം എന്ന വകുപ്പ് നൽകി.
ഇന്നലെ വൈകിട്ട് അദ്ദേഹം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിയപ്പോൾ തന്നെ ആദ്യ ചോദ്യം ഇത് തന്നെയാണ്, രമേശ് ചെന്നിത്തല അനുനയിക്കും. അപ്പോൾ രമേശ് ചെന്നിത്തല ഫോണിൽ വിളിച്ച് തന്നെ എല്ലാ കാര്യങ്ങളും പറഞ്ഞിരുന്നു. ഇന്നലെ വിമാനത്താവളത്തിൽ നേരെ രമേശ് ചെന്നിത്തല വീട്ടിൽ പോകുമെന്നാണ് കരുതിയിരുന്നെങ്കിലും ഇന്നലെ ഉണ്ടായില്ല. പക്ഷേ ഇന്ന് അദ്ദേഹം രമേശ് ചെന്നിത്തല വീട്ടിൽ ചെന്ന് കാണുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഫോണിൽ വിളിച്ച് പറഞ്ഞ് അനുനയിപ്പിച്ചതിനപ്പുറം നേരിട്ടെത്തുമ്പോൾ ഒരു അനുനയ നീക്ക ഫലം കാണുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം രമേശ് ചെന്നിത്തല മാറി നിർത്തിയുള്ള ഒരു മന്ത്രിസഭാ രൂപീകരണത്തോട് UDF നേതാക്കൾ പോലും അതിനോട് യോജിക്കുന്നില്ല. മാത്രമല്ല അതിൽ ഇത്രയേറെ വിജയം ലഭിച്ച് UDF സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ അതിന് ശോഭ നിറം കെടുത്താൻ രമേശ് ചെന്നിത്തല മാറി നിന്നാൽ കഴിയും. അതുകൊണ്ട് അങ്ങനെ ഒരു ശോഭ കെടുത്തിയുള്ള ഒരു മന്ത്രിസഭാ രൂപീകരണത്തോട് VD സതീശൻ പോലും തയ്യാറാകുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് പരമാവധി രമേശ് ചെന്നിത്തലയെ ചേർത്ത് നിർത്തി മാത്രം മന്ത്രിസഭാ രൂപീകരണം സർക്കാർ രൂപീകരിച്ചാൽ മതി എന്ന് തന്നെയാണ് എല്ലാ നേതാക്കളും മുതിർന്ന നേതാക്കളടക്കം പറയുന്നത്. അങ്ങനെ അത് തന്നെയാണ് രമേശ് ചെന്നിത്തല കയ്യിലെ പിടിവള്ളിയും. അതുകൊണ്ട് തന്നെയാണ് പരമാവധി അദ്ദേഹം സമ്മർദ്ദം ചെലുത്തുന്നത്. അങ്ങനെ ആഭ്യന്തര വകുപ്പ് അല്ലാതെ മറ്റൊരു വകുപ്പിലേക്ക്, കാരണം നമുക്കറിയാം ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ആഭ്യന്തരമന്ത്രിയായിരുന്നതാണ്. ആഭ്യന്തരം മാറ്റി നിർത്തി പിന്നെ ഒരു മറ്റേത് പ്രധാന വകുപ്പ് കൊടുത്താലും രമേശ് ചെന്നിത്തല ആ ഒരു പാക്കേജിൽ ഒതുങ്ങുകയില്ല. അങ്ങനെയെങ്കിൽ അദ്ദേഹം മാറി നിൽക്കുക മാത്രമേ ചെയ്യുകയുള്ളൂ. പക്ഷെ നിലവിൽ എന്തായാലും വരും മണിക്കൂറുകൾ നിർണായകമാണ്. ആരൊക്കെയാണ് VD സതീശന്റെ മന്ത്രിസഭയിൽ ഉണ്ടാകുക, ആർക്കൊക്കെയാണ് നറുക്ക് വീഴുക എന്നൊക്കെ അറിയാനിരിക്കുന്നത്. എന്തായാലും ഇന്ന് വൈകിട്ടോടുകൂടി ഒരു അന്തിമ തീരുമാനം ഉണ്ടാകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. കോൺഗ്രസിൽ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെങ്കിൽ, UDFിൽ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെങ്കിൽ LDFിലും കാര്യങ്ങൾ അത്ര സുഖകരമല്ല. പൊട്ടിത്തെറി തന്നെയാണ് ജില്ലാ കമ്മിറ്റികളിലടക്കം നടക്കുന്നത്. CPM കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റിൽ രൂക്ഷ വിമർശനമാണ് പിണറായി വിജയനും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും അടക്കം ഉണ്ടായിരിക്കുന്നത്. തോൽക്കാൻ കാരണം ഭരണവിരുദ്ധ വികാരമല്ല, വികസന പ്രവർത്തനങ്ങളടക്കം വളരെ കൃത്യമായിരുന്നു. പക്ഷേ നേതാക്കളുടെ ശൈലി എന്ന് മെമ്പർമാർ ആരോപിക്കുകയാണ്. വിവരങ്ങളുമായി ജോസഫ് ചേരുകയാണ്. ജോസഫ്, ഈ പറഞ്ഞതുപോലെ പാർട്ടി കോട്ടയിൽ നിന്ന് കനത്ത വിമർശനം, രൂക്ഷ വിമർശനം, ഈ പയ്യന്നൂരിലടക്കമുണ്ടായ തിരിച്ചടികളൊക്കെ വലിയ രീതിയിൽ തന്നെ ചർച്ച ചെയ്യപ്പെടുകയാണ്. അണികൾ ഏറ്റവും താഴെ തട്ടിൽ നിന്ന് എന്തൊക്കെയാണ് ജില്ലാ കമ്മിറ്റി യോഗങ്ങളിൽ ഉയരുന്ന എതിരഭിപ്രായങ്ങൾ, വിമർശനങ്ങൾ? സ്വപ്ന, ഇന്നലെ ചേർന്ന കണ്ണൂർ ജില്ലാ സെക്രട്ടറി യോഗത്തിലാണ് ഇത്തരത്തിൽ പിണറായി വിജയനും MV ഗോവിന്ദനുമെതിരെ വലിയ രീതിയിലുള്ള വിമർശനമുയർന്നത്. ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്നില്ല, മറിച്ച് ഇത്തരത്തിൽ നേതാക്കളുടെ ശൈലിയാണ് ഈ കനത്ത പരാജയത്തിലേക്ക് നയിച്ചതെന്നുള്ള കാര്യമാണ് പ്രധാനമായും നേതാക്കൾ ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചത്. 17-അംഗ ജില്ലാ സെക്രട്ടേറിയറ്റിൽ മുഴുവൻ ആളുകളും ഉണ്ടായിരുന്നു. വലിയ രീതിയിൽ കടുത്ത വിമർശനങ്ങളാണ് ഇത്തരത്തിൽ നേതാക്കൾ ഉന്നയിച്ചതെന്നാണ് ഈ ഘട്ടത്തിൽ പുറത്തുവരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. MV ഗോവിന്ദൻ മാസ്റ്റർ ഉൾപ്പെടെ ഈ യോഗത്തിൽ പങ്കെടുത്തിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അദ്ദേഹത്തെ ഇരുത്തിയാണ് ഈ വിമർശനങ്ങളെല്ലാം തന്നെ ഉന്നയിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കടന്നിരിക്കുന്നത്. ഇന്നും സമാന രീതിയിൽ ഇന്നും നാളെയും ജില്ലാ കമ്മിറ്റി യോഗങ്ങൾ ചേരും. അതിലും വിമർശനങ്ങൾ കടുക്കാനുള്ള ഒരു സാധ്യത തന്നെയാണ് കാണുന്നത്. ഭരണവിരുദ്ധ വികാരമില്ലായിരുന്നു എന്നുള്ള കാര്യമാണ് പ്രധാനമായും ഈ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർമാർ ഒന്നടങ്കം പറഞ്ഞത്. മറിച്ച് ഇത്തരത്തിൽ ഈ പെരുമാറ്റ ദൂഷ്യം അത് ജനങ്ങളെ ബോധിപ്പിക്കാൻ, അത് ജനങ്ങൾക്ക് ഒരു കാര്യത്തിലും അംഗീകരിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള കാര്യമാണ് പ്രധാനമായും എടുത്തു പറഞ്ഞത്. ജില്ലയിൽ 30,000-ത്തിലധികം അണികൾ ഓരോ മണ്ഡലത്തിലും നഷ്ടപ്പെട്ടു എന്നുള്ള ഗുരുതരമായ ഒരു കണ്ടെത്തൽ കൂടി ഈ ജില്ലാ സെക്രട്ടേറിയറ്റിൽ ഉയരുന്ന ഒരു സാഹചര്യമുണ്ടായി. തളിപ്പറമ്പിലും പയ്യന്നൂരിലും മറ്റിടങ്ങളിലും സമാനമായി 30,000-ത്തിലധികം പാർട്ടി മെമ്പർമാർ എല്ലാ മണ്ഡലങ്ങളിലും നഷ്ടപ്പെട്ടു എന്നൊരു കണക്കാണ് ഇപ്പോൾ പാർട്ടിയുടെ പ്രാഥമികമായ വിവരത്തിലുള്ളത്. ജില്ലാ സെക്രട്ടേറിയറ്റിൽ അത്തരത്തിലൊരു വിവരമാണ് ഇന്നലെ ചർച്ചകൾക്കിടെ ഉയർന്നു വന്നത്. മറ്റ് പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇത്തരത്തിൽ തളിപ്പറമ്പിലെയും പയ്യന്നൂരിലെയും സ്ഥാനാർത്ഥികളെ നിസാരക്കാരായി കണ്ടു. അവിടുത്തെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് വന്ന ഈ ജനങ്ങളുടെ രോഷം, അണികളുടെ രോഷം അത് കണക്കിലെടുക്കാതിരുന്നത് വലിയ പ്രത്യാഘാതങ്ങളിലേക്ക് നയിച്ചു എന്നുള്ളതൊരു പ്രധാനപ്പെട്ട ഒരു കണ്ടെത്തലാണ് ഇന്നലെ ജില്ലാ സെക്രട്ടേറിയറ്റിൽ ഉണ്ടായത്. ഇന്ന് ജില്ലാ കമ്മിറ്റി യോഗം ചേരുന്നുണ്ട്. MV ഗോവിന്ദൻ മാസ്റ്റർ ഇതിന്റെ ആമുഖ പ്രഭാഷണം നടത്തിയപ്പോൾ അദ്ദേഹം സൂചിപ്പിച്ചൊരു പ്രധാനപ്പെട്ട കാര്യം, എത്ര സമയമെടുത്താലും കുഴപ്പമില്ല, എല്ലാ വിമർശനങ്ങളും എല്ലാവരും പറയണമെന്നൊരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഇന്നും കടുത്ത രീതിയിലുള്ള വിമർശനങ്ങൾ, തീർച്ചയായും എന്തുകൊണ്ട് തോറ്റു എന്നതിൽ വളരെ സജീവമായ ചർച്ചകൾ തന്നെ നടക്കുകയാണ് LDFിൽ, CPMലൊക്കെ. ജോസഫാണ് വിവരങ്ങളുമായി ചേർന്നത്. സംസ്ഥാനത്ത് നിന്നും കനത്ത മഴ തുടരുമെന്ന് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം എന്നീ ജില്ലകളിൽ 7 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇടിമിന്നലിനും 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയടിക്കുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദവും കർണാടകയ്ക്ക് മുകളിലെ ചക്രവാത ചുഴിയുമാണ് നിലവിലെ ശക്തമായ മഴയ്ക്ക് കാരണം. തെക്ക് പടിഞ്ഞാറൻ കാലവർഷം മെയ് 26 കേരളത്തിലെത്താൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. കനത്ത കാറ്റിലും ഇടിമിന്നലിലും അപകടങ്ങൾ ഒഴിവാക്കാൻ ജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നിർദ്ദേശവുമുണ്ട്.
സംസ്ഥാനത്ത് സ്കൂൾ പാഠപുസ്തക വിതരണത്തിൽ പ്രതിസന്ധി തുടരുകയാണ്. LDF സർക്കാർ പടിയിറങ്ങും മുന്നേ പാഠപുസ്തക അച്ചടി പൂർത്തിയാക്കിയെന്ന് പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ കോഴിക്കോട് ജില്ലയിൽ ഉൾപ്പെടെ 35% പുസ്തകങ്ങളും ഇനിയും വിതരണം ചെയ്യാൻ ബാക്കിയുണ്ട്. പല ജില്ലകളിലും പുസ്തക വിതരണം മുടങ്ങിയിട്ടുണ്ടെന്നാണ് അധ്യാപകരും പരാതിപ്പെടുന്നത്. കോഴിക്കോട് ഉൾപ്പെടെ വിവിധ ജില്ലകളിലും പാഠപുസ്തക വിതരണം പാതി വഴിയിലാണ്. തെരഞ്ഞെടുപ്പിന് മുമ്പ് LDF സർക്കാർ പ്രഖ്യാപിച്ചത് അടുത്ത അധ്യയന വർഷം മുമ്പേ പാഠപുസ്തക വിതരണം പൂർത്തീകരിക്കാൻ നടപടിയെടുത്തു എന്നായിരുന്നു. കോഴിക്കോട് ഉൾപ്പെടെ വിവിധ ജില്ലകളിലും പാഠപുസ്തക വിതരണം പാതി വഴിയിൽ തന്നെയാണ്. തെരഞ്ഞെടുപ്പിന് മുമ്പ് LDF സർക്കാർ പ്രഖ്യാപിച്ചത് അധ്യയന വർഷം മുമ്പേ പാഠപുസ്തക വിതരണം പൂർത്തീകരിക്കാൻ നടപടിയെടുത്തു എന്നായിരുന്നു. എന്നാൽ പുതിയ അധ്യയന വർഷത്തിലേക്ക് ആഴ്ചകൾ മാത്രം ബാക്കി നിൽക്കുമ്പോഴും 35% വിതരണം ഇനിയും ബാക്കിയെന്നാണ് ജില്ലയിലെ കണക്കുകളിലൂടെ വ്യക്തമാകുന്നത്. അച്ചടിക്കാൻ പണം നൽകാനാകാതെ അച്ചടി നിർത്തിയതോടെ പ്രതിസന്ധി രൂക്ഷമാവുകയും ചില അധ്യാപക സംഘടനകൾ ഇടപെടുകയുമായിരുന്നു. രാഷ്ട്രീയമായ മുതലെടുപ്പിന് വേണ്ടി പൊതുവിദ്യാഭ്യാസ രംഗത്തെ കാര്യങ്ങളൊക്കെ നന്നായി നടക്കുന്നു എന്ന് പ്രചരണം നടത്തുകയും എന്നാൽ പ്രായോഗികമായി വലിയ പരാജയമായി മാറുകയും ചെയ്ത സർക്കാർ പാഠപുസ്തക രംഗത്തും അതിൻ്റെ പ്രിന്റിങ്ങിലും അതിൻ്റെ വിതരണത്തിലും കാണിച്ച ഗുരുതരമായ അലംഭാവമാണ് ഈ പ്രതിസന്ധി ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൻ്റെ ഉത്തരവാദി മുൻ വിദ്യാഭ്യാസ മന്ത്രിയും വിദ്യാഭ്യാസ വകുപ്പുമാണ് എന്ന് PPST ആരോപിക്കുന്നു. KBPS ആണ് പുസ്തകങ്ങൾ അച്ചടിച്ച് ജില്ലയിലെ വിതരണ ഹബ്ബിൽ എത്തിക്കുന്നത്. ഇവ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ തരംതിരിച്ച് പാക്ക് ചെയ്യുന്നു. ഇതിനായി കുടുംബശ്രീയുടെ 24 സ്റ്റാഫുകളും 4 വാഹനങ്ങളുമുണ്ട്. ഇവിടെ നിന്നും ജില്ലയിലെ 333 സൊസൈറ്റികളിൽ പുസ്തകങ്ങൾ എത്തിക്കുകയാണ് ചെയ്യുന്നത്. മെയ് അവസാന വാരത്തോടെ എല്ലാ പുസ്തകങ്ങളും സ്കൂളിൽ എത്തിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും അധികൃതർ പറയുന്നു. അമൃത ന്യൂസ്, കോഴിക്കോട്. വിനോദസഞ്ചാര കേന്ദ്രമായ മൂന്നാറിലേക്ക് പ്രവേശിക്കാൻ ഇനി ഫീസ് നൽകണം. മൂന്നാർ സന്ദർശനത്തിനായി എത്തുന്ന വാഹനങ്ങളിൽ നിന്ന് പ്രവേശന ഫീസ് ഈടാക്കാൻ മൂന്നാർ പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനിച്ചു. വിനോദസഞ്ചാര കേന്ദ്രമായ മൂന്നാറിലേക്ക് എത്തുന്ന വാഹനങ്ങളിൽ നിന്ന് പ്രവേശന ഫീസ് ഈടാക്കാനുള്ള തീരുമാനം മൂന്നാർ ഗ്രാമപഞ്ചായത്ത് കമ്മിറ്റി അംഗീകരിച്ചു. ഇതിന്റെ തുടർ നടപടികൾക്കായി പഞ്ചായത്ത് പ്രസിഡന്റ് S. വിജയകുമാർ, സെക്രട്ടറി എന്നിവരെ യോഗം നിയോഗിച്ചു. ഓഗസ്റ്റോടെ പദ്ധതി നടപ്പാക്കാനാണ് ലക്ഷ്യമിടുന്നതെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. ഇതുകൊണ്ടുണ്ടാകുന്ന വെച്ചാൽ ഒന്ന്, ഗതാഗത കുരുക്കിന് ഒരു പരിഹാരം ഉണ്ടാകും. 2, ശാശ്വതമായിട്ട് ഈ മാലിന്യ സംസ്കരണം അവിടെ ഇവിടെ ഇടാതെ ഒരു സ്ഥലത്ത് നിന്ന് സ്വരൂപിക്കാൻ കഴിയും. തദ്ദേശീയരായ ആളുകൾക്ക് ഒരു തൊഴിലും കിട്ടും. ജില്ലാ കളക്ടർ, രാഷ്ട്രീയ പാർട്ടി ഭാരവാഹികൾ, സാമുദായിക സംഘടനാ നേതാക്കൾ എന്നിവരുമായി ചർച്ച നടത്തിയ ശേഷം വാഹനങ്ങൾക്ക് ചുമത്തേണ്ട നിരക്ക് തീരുമാനിക്കും. മൂന്നാറിലേക്കുള്ള പ്രധാന പ്രവേശന കവാടങ്ങളിൽ ഹരിത ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിച്ച് വാഹനങ്ങളിൽ നിന്ന് പ്രവേശന ഫീസ് പിരിക്കാനാണ് നീക്കം. മൂന്നാറിലേക്ക് എത്തുന്നവർ പല സ്ഥലങ്ങളിലും വൻതോതിൽ മാലിന്യം നിക്ഷേപിക്കുന്നുണ്ടെന്നും ഇവ ശേഖരിക്കുന്നവരുടെ വേതനം, മാലിന്യം ഉറവിടത്തിൽ തന്നെ സംസ്കരിക്കുന്നതിനുള്ള ചിലവ് എന്നിവ കണ്ടെത്തുന്നതിനായാണ് ഫീസ് ഈടാക്കുന്നതെന്നാണ് പഞ്ചായത്തിന്റെ വിശദീകരണം. ഫീസ് വാങ്ങുന്നതിനൊപ്പം മാലിന്യം വലിച്ചെറിയാതെ ശേഖരിച്ചു വയ്ക്കുന്നതിന് സഞ്ചികളും നൽകും. തരംതിരിച്ച മാലിന്യം മടക്കയാത്രയിൽ ചെക്ക് പോസ്റ്റിൽ കൈമാറാം. വാഹനങ്ങളുടെ വലിപ്പമനുസരിച്ചായിരിക്കും ഫീസ് നിശ്ചയിക്കുക. ദിവസവും ശരാശരി 1500 മുതൽ 2500 വരെ വാഹനങ്ങൾ മൂന്നാറിലേക്ക് എത്തുന്നുണ്ടെന്നാണ് കണക്ക്. സീസണിൽ ഇത് 5000 വരെയാകും. അമൃത ന്യൂസ്, ഇടുക്കി. പശ്ചിമേഷ്യൻ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനായി സാധ്യമായ എല്ലാ പിന്തുണയും നൽകാൻ ഇന്ത്യ തയ്യാറാണെന്ന് UAE-യോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പെട്രോളിയം ശേഖരണത്തിനായുള്ള ധാരണാപത്രത്തിലും ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് വിതരണത്തിനുള്ള കരാറിലും ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചു. ഇന്ത്യയിൽ $5 ബില്യൺ നിക്ഷേപം നടത്തുമെന്നും UAE പ്രഖ്യാപിച്ചു. UAE-യും യൂറോപ്പും ഉൾപ്പെടുന്ന 6 ദിവസത്തെ വിദേശ പര്യടനത്തിന്റെ ഭാഗമായാണ് പ്രധാനമന്ത്രി എത്തിയത്. അബുദാബി പ്രസിഡൻഷ്യൽ വിമാനത്താവളത്തിലെത്തിയ നരേന്ദ്രമോദിക്ക് ഊഷ്മളമായ സ്വീകരണമാണ് ലഭിച്ചത്. പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ നേരിട്ടെത്തി സ്വീകരിച്ചു. പ്രോട്ടോകോളിന്റെ ഭാഗമായി UAE-യുടെ F-16 യുദ്ധവിമാനങ്ങൾ പ്രധാനമന്ത്രിയുടെ വിമാനത്തിന് ആകാശത്ത് അകമ്പടി സേവിച്ചു. പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി കൂടിക്കാഴ്ച നടത്തിയ മോദി പശ്ചിമേഷ്യൻ യുദ്ധത്തിനിടയിൽ UAE-ക്ക് നേരെയുണ്ടായ ആക്രമണങ്ങളെ ശക്തമായി അപലപിച്ചു. സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനായി സാധ്യമായ എല്ലാ പിന്തുണയും നൽകാൻ ഇന്ത്യ തയ്യാറാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു.
सार्वभौमिक राष्ट्रीय एकता, सुरक्षा और क्षेत्रीय अखंडता को बनाए रखने आपके नेतृत्व में उठाए गए कदमों का हम अभिनंदन करते हैं. വിപുലമായ കരാറുകൾക്കും മോദിയുടെ സന്ദർശനം വഴിയൊരുക്കി. ഇന്ത്യയുടെ പെട്രോളിയം ശേഖരത്തിൽ UAE പങ്കാളിത്തം 30 ദശലക്ഷം ബാരലായി ഉയർത്താൻ എഡിനോക്കും ഇന്ത്യയുടെ ISPRL-ഉം തമ്മിൽ കരാർ ഒപ്പിട്ടു. വ്യവസായ സഹകരണം, സമുദ്ര സുരക്ഷ, സൈബർ പ്രതിരോധ പങ്കാളിത്തം എന്നിവയിൽ ഇരു രാജ്യങ്ങളും ധാരണാപത്രം കൈമാറി. ഇന്ത്യയിൽ $5 ബില്യൺ നിക്ഷേപം UAE പ്രഖ്യാപിച്ചു. കൂടിക്കാഴ്ചയ്ക്കിടെ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹിയാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സെറിബ്രാസ് ചിപ്പ് സമ്മാനിച്ചു. ഇന്ത്യയുടെ AI മിഷന്റെ ഭാഗമായി നിർമ്മിക്കുന്ന സൂപ്പർ കമ്പ്യൂട്ടിംഗ് സൗകര്യത്തിൽ ഈ ചിപ്പുകൾ ഉപയോഗിക്കും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചരക്ക് നീക്കം സുഗമമാക്കുന്നതിനായി മൈത്രി വെർച്വൽ ട്രേഡ് കോറിഡോറിനും തുടക്കമിട്ടു. സന്ദർശനത്തിനൊടുവിൽ പ്രധാനമന്ത്രി UAE പ്രസിഡന്റിനെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് അമൃത TV. 5 രാജ്യങ്ങളിലേക്കുള്ള ഔദ്യോഗിക സന്ദർശനത്തിന്റെ 2ാം ഘട്ടമായി നെതർലൻഡ്സിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഹേഗിൽ ഉജ്ജ്വല സ്വീകരണം. പരമ്പരാഗത ഇന്ത്യൻ കലാരൂപങ്ങളുമായാണ് നെതർലൻഡ്സിലെ ഇന്ത്യക്കാർ മോദിയെ സ്വീകരിച്ചത്. ആംസ്റ്റർഡാം വിമാനത്താവളത്തിലിറങ്ങിയ പ്രധാനമന്ത്രി ഡച്ച് വിദേശകാര്യമന്ത്രി ടോം ബെറൻസൺ, ഇന്ത്യൻ അംബാസിഡർ കുമാർ തുഹിൻ എന്നിവരുടെ നേതൃത്വത്തിൽ ഔദ്യോഗിക സ്വീകരണം നൽകി. ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള ബന്ധത്തിന്റെ നിർണായക ഘട്ടത്തിലാണ് തന്റെ സന്ദർശനമെന്ന് മോദി എക്സിൽ കുറിച്ചു. സെമി കണ്ടക്ടർ മേഖല, ഊർജ്ജം, വാട്ടർ മാനേജ്മെന്റ് തുടങ്ങിയ മേഖലകളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം കൂടുതൽ ശക്തമാക്കുന്നതിനെക്കുറിച്ചും അദ്ദേഹം സൂചിപ്പിച്ചു. സന്ദർശനത്തിന്റെ ഭാഗമായി ഡച്ച് പ്രധാനമന്ത്രി റോബ് ജെറ്റൻ, ഡച്ച് രാജകുടുംബാംഗങ്ങൾ എന്നിവരുമായും പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ചൈന സന്ദർശനം പരാജയമെന്ന വിമർശനം. IRGC മുൻ കമാൻഡറാണ് രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയത്. വലിയ പ്രതീക്ഷയോടെയാണ് ട്രംപിന്റെ ഈ ചൈനീസ് സന്ദർശനത്തെ ലോകരാഷ്ട്രങ്ങൾ വീക്ഷിച്ചിരുന്നത്. 8 വർഷങ്ങൾക്ക് ശേഷമുള്ള ട്രംപിന്റെ ചൈനീസ് സന്ദർശനം എങ്ങും എത്തിയില്ലെന്നാണ് ഇറാന്റെ ആരോപണം. ഹോർമുസ് കടലിടുക്ക് തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് പോലും ട്രംപ് ചൈനയുടെ സഹായം തേടുകയാണ് എന്നാണ് ഇറാന്റെ വാദം. ഇതിനിടെ ഇസ്രയേൽ ലെബനോൺ വെടിനിർത്തൽ 45 ദിവസത്തേക്ക് കൂടി നീട്ടാൻ ധാരണയായി. US മധ്യസ്ഥതയിൽ ഇസ്രയേലും ലെബനോണും തമ്മിൽ നടന്ന 2 ദിവസം നീണ്ട ചർച്ചകൾക്കൊടുവിലാണ് വെടിനിർത്തൽ നീട്ടിയത്. നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് കൊച്ചിയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പോകും. വിമാനമാർഗമാണ് തിരുവനന്തപുരത്തേക്ക് പോകുന്നത്. കിരൺ ചേരുകയാണ് വിവരങ്ങളുമായി. കിരൺ, തലസ്ഥാനത്ത് ഈ പറഞ്ഞതുപോലെ ഉഭയകക്ഷി ചർച്ചകളെല്ലാം സജീവമായി തന്നെ തുടരുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ കൊച്ചിയിൽ നിന്നിപ്പോൾ രാവിലെ ഒരുപാട് പേരെ അദ്ദേഹത്തെ കാണാനായി അദ്ദേഹത്തിൻ്റെ വീട്ടിലടക്കം എത്തുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എപ്പോഴാകും അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് തിരിക്കുക? സ്വപ്ന, ഇന്ന് രാവിലെ 10 മണിയോടുകൂടി തന്നെ VD സതീശൻ കൊച്ചിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അദ്ദേഹം വിമാനമാർഗമാണ് കൊച്ചിയിൽ നിന്ന് പോവുക. ഇന്നലെ രാത്രിയോടുകൂടിയാണ് അദ്ദേഹം കൊച്ചിയിലേക്ക് എത്തിയത്. വലിയ ഒരു സ്വീകരണം തന്നെ ഇന്നലെ ലഭിച്ചിരുന്നു അദ്ദേഹത്തിന്. ഇന്നലെ വൈകിട്ട് 7 മണിക്ക് അദ്ദേഹം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തുന്ന സമയത്ത് നിരവധി പ്രവർത്തകരാണ്, UDF പ്രവർത്തകർ അദ്ദേഹത്തെ സ്വീകരിക്കുന്നതിന് വേണ്ടി വിമാനത്താവളത്തിൽ എത്തിയിരുന്നത്. പിന്നീട് അദ്ദേഹം വയലാർ രവിയെ ഇന്നലെ സന്ദർശിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ നെട്ടൂരിലെ വീട്ടിലൊക്കെ പോയിരുന്നു. അതായത് VD സതീശൻ്റെ കുടുംബ വീട്ടിലടക്കം അദ്ദേഹം ഇന്നലെ സന്ദർശനം നടത്തിയിരുന്നു. ഇന്നിപ്പോൾ രാവിലെ അദ്ദേഹം വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അതിനുശേഷം അദ്ദേഹം തേവരയിലേക്കാണ് പോവുക. അവിടെ മുതിർന്ന മാധ്യമ പ്രവർത്തകനെ സന്ദർശിച്ചതിന് ശേഷം അദ്ദേഹം തിരികെ വിമാനത്താവളത്തിലേക്ക് എത്തും എന്നുള്ളൊരു കാര്യമാണ് അറിയിച്ചിരിക്കുന്നത്. അതിനുശേഷമായിരിക്കും അദ്ദേഹം ഏതായാലും തിരുവനന്തപുരത്തേക്ക് പോവുക. ഇന്ന് രാവിലെ തന്നെ VD സതീശനെ നേരിൽ കാണാനും അദ്ദേഹത്തോട് സംസാരിക്കാനുമായിട്ട് നിരവധി ആളുകളാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് സിനിമാ മേഖലയിൽ നിന്ന് ഇടവേള ബാബു, ടിനി ടോം അടക്കമുള്ള ആളുകളും അദ്ദേഹത്തെ കൂടിക്കാഴ്ച നടത്താനായിട്ട് ഇന്ന് എത്തിയിരുന്നു. പ്രധാനമായിട്ടും ഇടവേള ബാബു അദ്ദേഹത്തുമായി കൂടിക്കാഴ്ച നടത്തിയതിന് ശേഷം പറഞ്ഞത് അദ്ദേഹത്തെ കണ്ട് അഭിവാദം അറിയിക്കുന്നതിന് വേണ്ടിയാണ് തങ്ങൾ എത്തിയത്. മാത്രവുമല്ല, പ്രതിപക്ഷ നേതാവെന്ന രീതിയിൽ അല്ലെങ്കിൽ അതിനു മുൻപ് MLA ആയിരുന്ന കാലഘട്ടത്തിലൊക്കെ എല്ലാം തന്നെ വലിയ രീതിയിൽ കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് അവതരിപ്പിക്കുന്ന ഒരു MLA ആയിരുന്നു VD സതീശൻ. അതുകൊണ്ട് തന്നെ അദ്ദേഹവുമായിട്ട് വ്യക്തിപരമായിട്ടുള്ള ബന്ധമുണ്ടായിരുന്നു. സിനിമാ മേഖലയിലേക്ക് അടക്കമുള്ള കാര്യങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഇടപെടൽ
ഇനി ഉണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ് ഏതായാലും ഇടവേള ബാബു അടക്കമുള്ള ആളുകൾ പ്രതികരിച്ചത്. ഒപ്പം തന്നെ നിരവധി മറ്റ് ആളുകളും കൂടി എത്തിയിരുന്നു. പ്രത്യേകിച്ച് മലമ്പുഴയിൽ നിന്ന് മത്സരിച്ച UDF സ്ഥാനാർത്ഥിയായിരുന്ന A. സുരേഷ് അടക്കമുള്ള ആളുകളും അദ്ദേഹത്തെ നേരിൽ കണ്ട് സംസാരിക്കുന്നതിന് വേണ്ടി ഇന്ന് എത്തിയിരുന്നു. കൂടാതെ കോൺഗ്രസിൻ്റെ അധ്യാപക സംഘടനയുടെ പ്രതിനിധികളും ഇന്ന് എത്തിയിരുന്നു. പ്രധാനമായിട്ടും അവർ വന്നതിന് ശേഷം ഈ നിയുക്ത മുഖ്യമന്ത്രിക്ക് മുന്നിൽ അവർ അവതരിപ്പിച്ച പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഈ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ ആരംഭിച്ച ചില പദ്ധതികൾ പിന്നീട് വന്ന ഇടതുപക്ഷ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ അവസാനിപ്പിക്കുന്നതായിട്ടുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. ഇതൊക്കെ എല്ലാം തന്നെ പുനഃസ്ഥാപിക്കണം എന്നുള്ളൊരു ആവശ്യമാണ് ഈ അധ്യാപക സംഘടനകളുടെ പ്രതിനിധികൾ കൂടി വ്യക്തമാക്കിയത്. ഏതായാലും VD സതീശൻ ഇന്നലെ എത്തിയതാണ്. ഇന്നലെ എറണാകുളത്ത് എത്തിയതിന് ശേഷം അദ്ദേഹം പല ആളുകളുമായിട്ട് കൂടിക്കാഴ്ചകളൊക്കെ നടത്തിയിരുന്നു. ഏതായാലും ഇനിയിപ്പോൾ തിരുവനന്തപുരത്തേക്ക് മടങ്ങുകയാണ്. തിങ്കളാഴ്ച നടക്കുന്ന ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിലടക്കം അതിന് മുന്നോടിയായിട്ട് പൂർത്തീകരിക്കേണ്ട നിരവധി കാര്യങ്ങളുണ്ട്. ഈ കാര്യങ്ങളൊക്കെ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി തന്നെയാണ് അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് മടങ്ങിയിരിക്കുന്നത്. ഏതായാലും ഇനി ഇപ്പോൾ ഇവിടെ നിന്നും അദ്ദേഹം പോകുമ്പോൾ ഈ വീട്ടിൽ നിന്ന് അദ്ദേഹം പോകുമ്പോൾ നിയുക്ത മുഖ്യമന്ത്രിയാണ്. ഇനി ഏതായാലും തിരിച്ചുവരവ് ഏതായാലും മുഖ്യമന്ത്രിയായി തന്നെ ആയിരിക്കും എന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ്. ആ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് പ്രവർത്തകരും ഒപ്പം അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളടക്കമുള്ള ആളുകൾ അഭിവാദ്യം അർപ്പിക്കുന്നതിന് വേണ്ടി ഒരുപാട് ആളുകൾ നിയുക്ത മുഖ്യമന്ത്രി VD സതീശനെ കാണാനായി അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോൾ തിരുവനന്തപുരത്തേക്ക് തിരിക്കുകയാണ്. ഇപ്പോൾ ഈ കൂടിക്കാഴ്ചകളും ചർച്ചകളും ഒക്കെ കഴിഞ്ഞ് സത്യപ്രതിജ്ഞയും അടക്കം കഴിഞ്ഞ് അധികാരമേറ്റതിന് ശേഷം മുഖ്യമന്ത്രിയായി അധികാരമേറ്റതിന് ശേഷമായിരിക്കും അദ്ദേഹം ഒരുപക്ഷെ തിരിച്ച് പറവൂരിലേക്ക് തൻ്റെ വീട്ടിലേക്ക് വസതിയിലേക്കൊക്കെ പോകുക. അതുകൊണ്ട് തന്നെ ഒരുപാട് പേർ അദ്ദേഹത്തിന് ഈ ഒരു സമയത്ത് അനുമോദനമൊക്കെ അർപ്പിക്കാനൊക്കെ എത്തുന്നുണ്ട്. ആ കാഴ്ചകളാണ് കണ്ടത്. SSLC പരീക്ഷയിൽ 100% വിജയം കരസ്ഥമാക്കി കോഴിക്കോട് നടുവണ്ണൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ. സംസ്ഥാനത്തെ മികച്ച വിജയം നേടിയ സർക്കാർ വിദ്യാലയങ്ങളിൽ 1ാം സ്ഥാനം എന്ന നേട്ടവും ഈ സ്കൂളിന് സ്വന്തം. ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളെ പരീക്ഷ എഴുതിച്ചാണ് 100% വിജയവും കൂടുതൽ A+ നേടി നടുവണ്ണൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ 1ാം സ്ഥാനത്തെത്തിയത്. പരീക്ഷ എഴുതിയ 600 പേരും മിന്നും വിജയമാണ് നേടിയത്. തുടർച്ചയായി 4 വർഷം സ്കൂൾ 100% വിജയം സ്വന്തമാക്കിയിട്ടുണ്ടെന്നും ചിട്ടയായ പഠന പ്രവർത്തനങ്ങളാണ് ഇതിന് പിന്നിലെന്നും അധ്യാപിക പറയുന്നു. പഠനരംഗത്ത് പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെ കണ്ടെത്തി 10ാം ക്ലാസ് തുടക്കത്തിൽ തന്നെ അവർക്ക് ചിട്ടയായ പരിശീലനവും അതോടൊപ്പം തന്നെ അവർക്കൊരു മോട്ടിവേഷനും കൊടുത്തുകൊണ്ട് അവരെ കൂടുതൽ നല്ലൊരു റിസൾട്ടിലേക്ക് എത്തിക്കാനുള്ള ശ്രമം ആദ്യം നടക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ രക്ഷിതാക്കളും PTയും SMCയും ഒക്കെ നിൽക്കുന്നുണ്ട്. മികച്ച ക്ലാസുകളാണ് ലഭിച്ചിരുന്നതെന്നും ഇടയ്ക്കിടെ നടത്തുന്ന പരീക്ഷകളാണ് തങ്ങളെ വിജയത്തിലേക്ക് എത്തിച്ചതെന്നും വിദ്യാർത്ഥികൾ പറയുന്നു. നൈറ്റ് ക്ലാസ്, അതുപോലെ തന്നെ ഓരോ ക്യാമ്പുകൾ, അതിന് നല്ല നല്ല ക്ലാസ്സുകൾ പുറത്തുനിന്നും പിന്നെ ഇവിടെയുള്ള ടീച്ചേഴ്സിൻ്റെ ഒക്കെ കൂടി മോഡൽ ക്വസ്റ്റ്യൻസ് ഒക്കെ തയ്യാറാക്കിയിട്ട് അതും കുറേ പ്രാക്ടീസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ കുറേ ഭാഗം കവർ ചെയ്യാനും നന്നായിട്ട് നല്ല സ്കോർ വാങ്ങാനും പറ്റുന്നുണ്ട്. അഭിനന്ദിക്കാൻ നിയുക്ത MLA VT സൂരജ് മധുരവുമായി സ്കൂളിലെത്തിയതോടെ കുട്ടികളും ആവേശത്തിലായി. അമൃത ന്യൂസ്, കോഴിക്കോട്. സപ്ലൈകോ സംഭരിച്ച നെല്ലിന്റെ വില കിട്ടാനായി കർഷകരുടെ കാത്തിരിപ്പ്. കോട്ടയം ജില്ലയിൽ മാത്രം 95 കോടിയോളം രൂപയാണ് കർഷകർക്ക് ലഭിക്കാനുള്ളത്. പുതിയ സർക്കാർ അധികാരമേറ്റാൽ വൈകാതെ പണം കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് കർഷകർ. പുഞ്ചകൃഷിയിലെ നെല്ലിന്റെ വില കിട്ടാനായി കാത്തിരിപ്പിലാണ് കുട്ടനാടൻ, അപ്പർ കുട്ടനാടൻ കർഷകർ. ഏപ്രിൽ പകുതിയോടെ നെല്ല് സംഭരണം പൂർത്തീകരിച്ചിരുന്നു. എന്നാൽ നെല്ലിന്റെ വില നൽകുന്ന കാര്യത്തിൽ ഇനിയും തീരുമാനമുണ്ടായിട്ടില്ല. കോട്ടയം ജില്ലയിൽ മാത്രം 95 കോടിയോളം രൂപ നെല്ലുവിലയായി കർഷകർക്ക് നൽകാനുണ്ട്. ജില്ലയിൽ ആകെ 16,253 കർഷകരാണ് രജിസ്റ്റർ ചെയ്തിരുന്നത്. പുഞ്ചകൃഷിയിൽ 359 പാടശേഖരങ്ങളിൽ നിന്നായി 36,487 മെട്രിക് ടൺ നെല്ല് സംഭരിച്ചു. പുതിയ സർക്കാർ അധികാരത്തിലെത്തിയാൽ ഉടൻ നെല്ലിന്റെ വില കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് കർഷകർ. വലിയ പ്രതീക്ഷയിലാണ് നിൽക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളോട് ഇവരുടെ പ്രകടന പത്രികയിൽ തന്നെ റിവോൾവിംഗ് ഫണ്ട് ഏർപ്പെടുത്തുമെന്നും കർഷകൻ്റെ നെൽവില കൂട്ടുമെന്നും ഒക്കെ പറഞ്ഞ് 35 രൂപയാക്കുമെന്നൊക്കെ പറഞ്ഞ് പ്രകടന പത്രികയിലുണ്ട്. ഉറപ്പായിട്ടും അത് നടപ്പിലാക്കുമെന്ന് തന്നെയാണ് നമ്മളുടെ വിശ്വാസം. അപ്പോൾ ഇനി മുഖ്യമന്ത്രി അധികാരത്തിലേറ്റാൽ ഉടൻ തന്നെ നെൽവില നൽകുന്നതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. മാർച്ച് 25 വരെയുള്ള ബില്ലുകൾ കൊടുത്തു തീർത്തതായാണ് സപ്ലൈകോ അധികൃതർ പറയുന്നത്. 77.37 കോടി രൂപയാണ് കൊടുത്തിട്ടുള്ളത്. കാനറ, SBI ബാങ്കുകളാണ് നെല്ലുവില വായ്പയായി കർഷകർക്ക് കൊടുത്തു വന്നിരുന്നത്. അതേസമയം കാനറ ബാങ്കുമായുള്ള കരാർ ഏപ്രിൽ 30 അവസാനിച്ചു. ഇത് പുതുക്കിയിട്ടില്ല. കുടിശ്ശിക പൂർണ്ണമായും ലഭിച്ചാലേ ബാങ്കുകൾ കരാർ പുതുക്കി PRS സ്വീകരിക്കൂ. SBI കൈപ്പറ്റ് രസീത് സ്വീകരിക്കുന്നുണ്ടെങ്കിലും കർഷകർക്ക് പണം നൽകുന്നില്ല. ലക്ഷങ്ങൾ വായ്പയെടുത്ത് കൃഷിയിറക്കിയ കർഷകർ വലിയ തുക പലിശ നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഈ പ്രതിസന്ധി ഉടൻ പരിഹരിക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം. അമൃത ന്യൂസ്, കോട്ടയം.
സദ്ഗുരു ശ്രീമാതാ അമൃതാനന്ദമയി ദേവി ജൂൺ 6 കൊച്ചിയിലെത്തും. കൊച്ചി ഇടപ്പള്ളി ബ്രഹ്മസ്ഥാന വാർഷിക മഹോത്സവത്തോടനുബന്ധിച്ചാണ് അമ്മ ജില്ലയിലെത്തുന്നത്. മഹോത്സവത്തിന്റെ ഭാഗമായി ബ്രഹ്മസ്ഥാനത്ത് പന്തൽ കാൽനാട്ട് കർമ്മം നടന്നു. സത്യപവാദിഷം തന്മാപാപീത് തദ്വക്താദപാപീത് ആപേത്മാം. 7 വർഷങ്ങൾക്ക് ശേഷം അനുഗ്രഹവർഷം ചൊരിയാൻ സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവി കൊച്ചിയിലെത്തുന്നുവെന്ന പ്രത്യേകത കൂടിയുണ്ട് ഇത്തവണത്തെ ബ്രഹ്മസ്ഥാന വാർഷിക മഹോത്സവത്തിന്. ജൂൺ 6, 7 തീയതികളിലായാണ് ബ്രഹ്മസ്ഥാന വാർഷിക മഹോത്സവം. ഇതിന്റെ ഭാഗമായി ബ്രഹ്മസ്ഥാനത്ത് പന്തൽ കാൽനാട്ട് കർമ്മവും നടന്നു. ഭക്തജനങ്ങളുടെ സമൂഹ നാമജപത്തോടെയാണ് കാൽനാട്ട് കർമ്മം ആരംഭിച്ചത്. മാതാ അമൃതാനന്ദമയി മഠം ജനറൽ സെക്രട്ടറി സ്വാമി പൂർണ്ണാമൃതാനന്ദപുരിയുടെ നേതൃത്വത്തിലായിരുന്നു ചടങ്ങുകൾ. കോവിഡിന് ശേഷം ആദ്യത്തെ ബ്രഹ്മസ്ഥാന മഹോത്സവമാണ്. ബ്രഹ്മസ്ഥാന മഹോത്സവത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് ഇവിടെ എത്തി പൂജ സ്വയം ചെയ്ത് അമ്മയുടെ അനുഗ്രഹം വാങ്ങിക്കുവാനുള്ള അവസരമുണ്ട്. അതേപോലെ അവരെ സേവിക്കുവാനുള്ള ഭക്തന്മാർക്ക് പുണ്യമാർജിക്കുവാനുള്ള ഒരവസരവുമാണ്. അപ്പോൾ എല്ലാ വർഷവും ഭക്തജനങ്ങൾ ഒരുമിച്ച് കൂടുമ്പോൾ അവരെ സേവിക്കുന്നതാണ് യഥാർത്ഥ പൂജ എന്ന് നമ്മൾ പറയാറുണ്ട്. ത്യാഗത്തിലൂടെയാണ് ഈശ്വരാനുഗ്രഹം നേടാൻ സാധിക്കുക. നമ്മൾ ഈശ്വര പൂജ ചെയ്യുമ്പോൾ, ഈശ്വരനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, ഉത്സവങ്ങൾ നടക്കുമ്പോൾ വിദ്വേഷങ്ങളൊക്കെ മറന്ന് നല്ല കാര്യങ്ങൾ മാത്രം ചിന്തിക്കുന്നു, നന്മകൾ മാത്രം ചെയ്യുന്നു. അങ്ങനെ ലോകത്തിന് മുഴുവനും നന്മയുണ്ടാകുവാനുള്ള ഒരു മഹായജ്ഞം കൂടിയാണ് ഇത്തവണത്തെ ബ്രഹ്മസ്ഥാന ഉത്സവം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്വാമി അനകാമൃതാനന്ദപുരി, സ്വാമിനി കരുണാമൃതപ്രാണ, ബ്രഹ്മചാരി നാരായണൻ, ബ്രഹ്മചാരി ജയതാമൃത ചൈതന്യ, ഡോക്ടർ യു കൃഷ്ണകുമാർ, AS രഘുനാഥ്, പ്രകാശ് ബാബു, ശിവരാമകൃഷ്ണൻ എന്നിവരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. അമൃത ന്യൂസ്, കൊച്ചി. കളിച്ചു ചിരിച്ചു നടക്കേണ്ട പ്രായത്തിൽ വിധി തളർത്തിയ ഒരു കുരുന്നിനെ കൈവിടാതെ കാക്കാൻ നാടിന്റെ സഹായം തേടുകയാണ്. കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കായി സുമനസ്സുകളുടെ സഹായം കാത്തിരിക്കുകയാണ് തൃശൂർ വല്ലച്ചിറ പെരിഞ്ചേരി സ്വദേശിനി 5 വയസ്സുകാരി റോസ് റോണി. നിസ്സഹായരായ ഈ കുടുംബത്തിന്റെ പ്രതീക്ഷ ഇനി കനിവുള്ളവരിലാണ്. പെരിഞ്ചേരി സ്വദേശികളായ റോണി ജിസ്മി ദമ്പതികളുടെ മകളാണ് റോസ്. ജന്മനാ കരൾ രോഗബാധിതയായ റോസ് റോണി മരുന്നുകളുടെ പിൻബലത്തിലാണ് ഇതുവരെ എത്തിയത്. എന്നാൽ കരൾ മാറ്റിവെക്കലല്ലാതെ ഇനി മറ്റു വഴികളില്ലെന്ന് ഡോക്ടർമാർ വിധിയെഴുതി. 40 ലക്ഷത്തോളം രൂപയാണ് കരൾ മാറ്റൽ ശസ്ത്രക്രിയയ്ക്ക് ആവശ്യമുള്ളത്. വർക്ക്ഷോപ്പ് മെക്കാനിക്കായ റോണിക്കും വൈദ്യശാലയിൽ തുച്ഛമായ ശമ്പളത്തിന് ജോലി ചെയ്തു വരുന്ന ഭാര്യ ജിസ്മിക്കും താങ്ങാനാവുന്നതിലും വലിയ സംഖ്യ. തങ്ങളുടെ പൊന്നോമന 5 വയസ്സുകാരി റോണി റോസിന്റെ ജീവൻ ഇനി സുമനസ്സുകളുടെ കൈകളിലാണെന്ന് ഈ ദമ്പതികൾ തിരിച്ചറിയുന്നു. ഇപ്പോൾ നമ്മൾ ഒരു 5 വയസ്സായി കുട്ടിക്ക് ഇപ്പോൾ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യണമെന്നാണ് ഇപ്പോൾ ഡോക്ടർമാർ പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ നിലവിൽ നമ്മൾ കോഴിക്കോട് മിംസിലാണ് ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യാനുള്ള നടപടികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ ഈ സമയമാണ്, നമ്മളെ ഈ പ്രായത്തിലാണ് ഇപ്പോൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ചെയ്യാൻ പറ്റിയ നല്ല ബെസ്റ്റ് സമയം. ഇപ്പോൾ ചെയ്താലാണ് സക്സസ് ആവുക. ഇപ്പോൾ 40 ലക്ഷം എന്തായാലും നമുക്ക് സർജറി കഴിഞ്ഞിട്ടുള്ള മറ്റ് ചിലവുകളും അതിൻ്റെ ഫോളോ അപ്പ് മെഡിസിൻ എല്ലാം കൂടി ഒരു 40-45 ലക്ഷം ചിലവ് വരും. ഇപ്പോൾ നമ്മളൊരു സാധാരണ ഒരു വർക്ക്ഷോപ്പ് ജോലിയാണ് എനിക്ക്. അപ്പോൾ അതിൽ നമുക്കിത് താങ്ങാൻ പറ്റാത്തൊരു സംഖ്യയാണ്. അസുഖബാധിതയാണെന്ന് തോന്നിക്കാത്ത വിധം ചുറുചുറുക്കുള്ള മിടുക്കിയാണ് റോണി റോസ്. പഠനത്തിലും പാഠ്യേതര വിഷയങ്ങളിലും മികവ് കാഴ്ചവെക്കുന്ന ഈ കൊച്ചു മിടുക്കിക്ക് ഇനി വേണ്ടത് ഒരു ജീവിതമാണ്. നല്ലൊരു പാട്ട് പാടി കാക്ക മുറ്റത്തെ ചിരലാമ കാക്കെല്ലാം ഒത്തിരിഞ്ഞു മുറ്റെല്ലാവരത്തേക്ക് കാക്ക. പഠിക്കാനൊക്കെ മിടിക്കുകയാണ്, എല്ലാത്തിനും ആക്റ്റീവാണ്. ഒന്നിനും ഒരു ഇതില്ലാത്തൊരു മോളാണ്.
ദൈവം ഇത്രയും നമ്മളെ സഹായിച്ച് 5 വയസ്സ് വരെ എത്തിച്ചു. ഒരു സർജറി കഴിഞ്ഞിട്ടുണ്ട്, ലിവറിന് തന്നെ കസായി എന്ന് പറയും. അത് കഴിഞ്ഞിട്ടുള്ളൊരു മോളാണ്. അപ്പോൾ ഡോക്ടറേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു 5 വയസ്സൊക്കെ ആകുമ്പോൾ ട്രാൻസ്പ്ലാന്റേഷൻ വേണ്ടി വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വീണ്ടും അതിൻ്റെ ലക്ഷണങ്ങളൊക്കെ പണ്ടത്തെ പോലെ തന്നെ കണ്ടു തുടങ്ങിയത്. ബിഡ്രൂബിനൊക്കെ ഇത്തിരി കൂടുതലാണ്. അപ്പോൾ ട്രാൻസ്പ്ലാന്റേഷൻ വേണമെന്നാണ് ഇപ്പോൾ ഡോക്ടേഴ്സ് പറയണത്. ഇനി അതേ ഒരു മാർഗമുള്ളൂ. നിലവിൽ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ കുഞ്ഞു റോസിനായി സാമ്പത്തിക സഹായ സമാഹരണം ആരംഭിച്ചിട്ടുണ്ട്. എന്നാൽ ഇനിയും കടമ്പകളേറെയാണ്. മരുന്നുകൾ തോറ്റെടുത്ത് ഇനി മനുഷ്യത്വം ജയിക്കണം. വിധി തളർത്തിയ റോസ് റോണിയുടെ ജീവിതം തിരിച്ചുപിടിക്കാൻ സുമനസ്സുകൾ കൈകോർക്കുമെന്ന പ്രതീക്ഷയിലാണ് ഈ കുടുംബവും പെരിഞ്ചേരി ഗ്രാമവും. അമൃത ന്യൂസ്, തൃശൂർ. വിപണി വിലയിരുത്തലുമായി ധനകാര്യ ഓഹരി വിദഗ്ധൻ കെ ദിലീപ് ചേരുകയാണ്. ഗുഡ് മോർണിംഗ് കേരളത്തിനൊപ്പം ശ്രീ ദിലീപ്, സ്വാഗതം. ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക്. എങ്ങനെ വിലയിരുത്തുന്നു പോയ വാരം വിപണി? കഴിഞ്ഞ ആഴ്ച നഷ്ടത്തിലായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചത്. 2.2% നഷ്ടമാണ് മുൻനിര ഓഹരി സൂചികകളിൽ ഉണ്ടായത്. രണ്ടാം നിര ചെറുകിട ഓഹരികളിലും നഷ്ടം തന്നെയായിരുന്നു. ക്രൂഡ് ഓയിൽ വിലയിൽ ഉള്ള ഉയർച്ചയും രൂപയുടെ മൂല്യത്തിലുണ്ടായിട്ടുള്ള ഇടിവും ആഗോള വിപണികളിൽ ഉണ്ടായിട്ട് വിൽപ്പനയും എല്ലാം നമ്മുടെ വിപണിയെ ബാധിച്ചിരുന്നു. കമ്പനികളുടെ പ്രവർത്തന ഫലങ്ങൾ പലതും മികച്ചതായിരുന്നെങ്കിൽ കൂടിയും അതിൻ്റെ ഒരു പ്രതിഫലനം വിപണിയിൽ ഉണ്ടായില്ല. മാത്രമല്ല IT മേഖലയിലുള്ള നിരന്തരമായ വിൽപ്പന സമ്മർദ്ദം ആ ഒരു മേഖലയും നഷ്ടത്തിലാക്കി. എന്നാൽ വലിയ തോതിലുള്ള കയറ്റിറക്കങ്ങൾ വിപണിയിൽ പ്രകടവുമായിരുന്നു. പല ദിവസങ്ങളിലും വിപണിയിൽ ഏറ്റക്കുറച്ചിലുകളുടെ ആധിക്യവും കണ്ടിരുന്നു. വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളുടെ തുടർച്ചയായുള്ള വിൽപ്പനയും വിപണിയുടെ നഷ്ടത്തിലെത്തുന്നതിന് കാരണമായി. എല്ലാ ദിവസങ്ങളിലും വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ വലിയ തോതിൽ വിപണിയിൽ വിൽപ്പനയിൽ തന്നെയായിരുന്നു. ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങൾ പല ദിവസങ്ങളിലും വിപണിയിൽ അറ്റ നിക്ഷേപത്തിലായിരുന്നിട്ട് പോലും ഈ വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളുടെ വിൽപ്പനയെ പ്രതിരോധിക്കാനായില്ല. ആ ഒരു വിൽപ്പനയുടെ ഒരു ആധിക്യം തന്നെയാണ് രൂപയുടെ മൂല്യത്തിൽ ഉണ്ടായിട്ടുള്ള ഇടിവിനും പ്രധാനപ്പെട്ട കാരണം. റെക്കോർഡ് നിലവാരത്തിലേക്ക് ഓരോ ദിവസവും രൂപയുടെ മൂല്യം ഇടിയുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായത്. മാത്രമല്ല ബോണ്ട് ഈൽഡിൽ ഉണ്ടായിട്ടുള്ള വർധനവും ഓഹരി വിപണിയെ സാരമായി ബാധിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഈ ഘടകങ്ങളെല്ലാം പ്രതികൂലമായി നിലനിൽക്കുന്നതാണ് വിപണിയിലെ ഇപ്പോഴത്തെ ഒരു നഷ്ടത്തിന് പ്രധാനപ്പെട്ട ഒരു കാരണം. 23,400 23,300 എന്ന നിലവാരത്തിലേക്ക് മുൻനിര സൂചിയായി നിഫ്റ്റി എത്തുകയും ആ ഒരു നിലവാരത്തിൽ നിന്ന് തിരിച്ചു കയറുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. 23,800 എന്നുള്ള നിലവാരത്തിൽ നിലനിന്ന് വ്യാപാരം നടക്കുന്ന ഒരു സാഹചര്യത്തിൽ മാത്രമേ ഇനി വിപണിയിൽ ഒരു തുടർച്ചയായ മുന്നേറ്റം പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. ആ ഒരു ഘട്ടത്തിൽ മാത്രമേ ഇനി 24,000 എന്ന നിലവാരം മറികടന്ന് വ്യാപാരം നടക്കുകയുള്ളൂ എന്നുള്ള പ്രതീക്ഷയ്ക്കും അടിസ്ഥാനമുള്ളൂ. മറിച്ചാണെങ്കിൽ 23,500 എന്ന നിലവാരത്തിന് താഴേക്ക് വിപണി നീങ്ങാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും വലിയ തോതിലുള്ള കയറ്റിറക്കങ്ങൾ വരുന്ന ആഴ്ചയിലും പ്രതീക്ഷിക്കണം. നിക്ഷേപ സ്ഥാപനങ്ങളുടെ നിലപാടുകൾ തന്നെയായിരിക്കും വരുന്ന ആഴ്ചയിലും വിപണിയിൽ നിർണായകമാവുക. നന്ദി ശ്രീ ദിലീപ്. ഇനി കായിക വാർത്തകൾ. IPL ചെന്നൈ സൂപ്പർ കിങ്സിനെ 7 വിക്കറ്റിന് തകർത്ത ലക്നൌ സൂപ്പർ ജയൻസ് ചെന്നൈ ഉയർത്തിയ 188 റൺസിന്റെ വിജയലക്ഷ്യം മിച്ചൽ മാർഷിന്റെ തകർപ്പൻ പ്രകടനത്തിൽ 16.4 ഓവറിൽ ലക്നൌ മറികടന്നു. 38 പന്തിൽ 90 റൺസ് അടിച്ച മിച്ചൽ മാർഷാണ് ലക്നൌവിന്റെ ടോപ്പ് സ്കോറർ. ജോഷ് ഇംഗ്ലിസ്, നിക്കോളാസ് പുരാൻ, മുകുൾ ചൗധരി എന്നിവരുടെ പ്രകടനവും നിർണായകമായി. തോൽവിയോടെ ചെന്നൈയുടെ പ്ലേ ഓഫ് പ്രതീക്ഷകൾക്ക് മങ്ങലേറ്റു. ഇനി മറ്റ് ടീമുകളുടെ മത്സരഫലത്തിനനുസരിച്ചായിരിക്കും ചെന്നൈയുടെ പ്ലേ ഓഫ് സാധ്യത. IPL ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും ഗുജറാത്ത് ടൈറ്റൻസുമാണ് ഏറ്റുമുട്ടുന്നത്. രാത്രി 7:30 മുതൽ കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡൻസിലാണ് മത്സരം. കളിച്ച 11 മത്സരങ്ങളിൽ 4 വിജയങ്ങൾ മാത്രം നേടിയ കൊൽക്കത്ത നിലവിൽ പോയിന്റ് പട്ടികയിൽ 8ാം സ്ഥാനത്താണ്. ഇന്നത്തെ മത്സരം കൊൽക്കത്തയ്ക്ക് നിർണായകമാണ്. പ്ലേ ഓഫിലേക്ക് കടന്ന ഗുജറാത്ത് 16 പോയിന്റുമായി പട്ടികയിൽ 2ാം സ്ഥാനത്താണ്.